ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് മാർച്ച് 8-ാം തീയതിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിലെ ചരിത്ര സംഭവങ്ങളും നമുക്ക് അവിസ്മരണീയമായ ചരിത്ര സംഭവങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്നും യാത്രയായി. അവർ യാത്ര തിരിച്ച് നേരെ ചെങ്കടൽ വഴിയാണ് പോകുന്നത്. ചെങ്കടലിൻ്റെ അരികിലെത്തി. അവിടെ നിൽക്കുമ്പോൾ അവർ നോക്കിയപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കുതിരകളുടെ കുളമ്പടി കേൾക്കാം. അതുപോലെ മണൽ ധാരാളമായിട്ട് ഉയരുന്നുണ്ട്, പൊടി ഉയരുന്നുണ്ട്. അവർക്ക് മനസ്സിലായി ഫറവോനും സൈന്യവും അവരെ പിന്തുടരുകയാണ്. മുൻപിൽ ചെങ്കടൽ, പിൻപിൽ മിസ്രയീമിൻ്റെ പട്ടാളം. എങ്ങോട്ട് പോകും? എങ്ങോട്ട് ഓടിപ്പോകാനായിട്ട് സാധിക്കുകയില്ല. ഇസ്രായേൽ മക്കൾക്ക് ഭയങ്കരമായ ദുഃഖം തോന്നി. ദൈവം ഞങ്ങളെ ഈ ചെങ്കടലിൻ്റെ തീരത്ത് കൊണ്ടുവന്നത് ഫറവോൻ്റെ സൈന്യം വന്ന് ഞങ്ങളെ കൊന്ന് ഇവിടെ കുഴിച്ചിടാനാണോ എന്ന് അവർക്ക് തോന്നി. അവരപ്പോഴേ എന്ത് പ്രശ്നം വന്നാലും നേതാവിനോടാണല്ലോ പരാതി പറയുന്നത്. നീ ഞങ്ങളെ കൊണ്ടുവന്നു എന്നാണ് അവരെപ്പോഴും മോശയോട് പറയുന്നത്. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ മിസ്രൈമിലെന്താ ചിന്തിച്ചത്? അയ്യോ, നമ്മുടെ വർക്ക് ഫോഴ്സ് പോയല്ലോ, ജോലി ചെയ്യാനുള്ള നമ്മുടെ ആളുകൾ മുഴുവനും പോയല്ലോ. 6 ലക്ഷം യുവാക്കന്മാർ പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്നതാണ്. അതാ 20 വയസ്സിന് മേൽ പ്രായമുള്ള 6 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞത് അവരോട് പണിയെടുത്തുകൊണ്ടിരുന്നവരാണ്. അവരെല്ലാം പോയല്ലോ. ഇനി ആരാ ഇവിടുത്തെ ജോലി ചെയ്യുന്നത്? ഇനി ആരാ നമ്മുടെ ജോലി ചെയ്യുന്നത്? ഇനി ആരാണ് നമുക്ക് കൃഷി ചെയ്യുന്നത്? ഇനി ആരാണ് നമ്മുടെ സംഭാര നഗരങ്ങൾ പണിയുന്നത്, നമ്മുടെ കോട്ടകൾ പണിയുന്നത്? അവർക്കും ഇതായി. ഫറവോൻ പറഞ്ഞു, ശരി, മകനൊക്കെ ആദ്യാതിനൊക്കെ മരിച്ചു കിടക്കുകയാണ്. എല്ലാ പട്ടാളത്തിനും ഓർഡർ കൊടുത്തു, ശക്തരായ കുതിരകളെ കൊണ്ടുവരിക, കയറുക, രഥങ്ങളിൽ കയറുക എന്ന്. അങ്ങനെ ശത്രു സൈന്യത്തെ പുറകിൽ കണ്ടതായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിച്ചു എന്നാണ്. ദൈവം നിലവിളിച്ചപ്പോൾ ദൈവം കൊടുത്ത ആജ്ഞ എന്താണെന്നറിയാമോ? ഇസ്രായേൽ മക്കളോട് മുന്നോട്ട് പോകുക എന്ന് കൽപ്പിക്കുക. മുന്നോട്ട് പോകുക. ഈ പുറമോട്ട് നോക്കിയാൽ നമുക്ക് ഒരുപാട് നിരാശ വരും കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നിരാശ വരും. മുന്നിൽ ചെങ്കടലാണെങ്കിലും ആ ചെങ്കടലെ നോക്കി മുന്നോട്ട് യാത്ര ചെയ്യാന്നാണ്. അവർ ചെങ്കടലിൻ്റെ തീരത്തെത്തിയില്ല, ചെങ്കടലിൻ്റെ അടുത്തെത്തിയതേ ഉള്ളൂ. മുന്നോട്ട് യാത്ര ചെയ്യുക. അവർ മുന്നോട്ട് യാത്ര ചെയ്തു. മോശയോട് പറഞ്ഞു, നീ ആ വടിയെടുത്ത് ചെങ്കടലിനെ നീട്ടുക എന്ന് പറഞ്ഞു. ചെങ്കടൽ 2ആയിട്ട് ഭാഗിച്ചു. ഇസ്രായേൽ മക്കൾ അതിലേ കൂടെ ശാന്തമായിട്ട് അവരിറങ്ങി യാത്ര ചെയ്യുകയാണ്. കരയ്ക്ക് യാത്ര ചെയ്യുന്ന പോലെ ചെങ്കടലിൻ്റെ അകത്തൂടെ യാത്ര ചെയ്തു. പക്ഷേ ഫറവോൻ്റെ സൈന്യം അവർക്ക് തൊട്ട് പിന്നെ എത്തി. അവരും ചെങ്കടലിലേക്ക് ഇറങ്ങി. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് ദൈവം ഒന്ന് നോക്കി എന്നാണ്, അങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം ഒന്ന് നോക്കി ഫറവോൻ്റെയും സൈന്യത്തിൻ്റെയും രഥചക്രങ്ങളാകെ തെറ്റി. അവർക്കാകെ ആശയക്കുഴപ്പം വന്നു. കുതിരകൾ, ധീരമായ കുതിരകൾ അവരുടെ കാലുമടങ്ങി ചെങ്കടലിൽ വീഴാൻ തുടങ്ങി. രഥങ്ങളുടെ ചക്രങ്ങൾ ഒടിയാൻ തുടങ്ങി. ആകെപ്പാടെ വലിയ ഒരു പ്രശ്നമായി. അവരാകെ തളർന്ന് രഥങ്ങൾ മുന്നോട്ട് പോകുവാൻ കഴിയാതെ ചെങ്കടലിൽ മുങ്ങിയത് ഒരു നിമിഷം കൊണ്ട് നടന്നു. ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നടന്നു. തൻ്റെ മക്കളെ സംരക്ഷിക്കുന്ന കണ്ണ് തൻ്റെ ശത്രുക്കളെ നിഗ്രഹിക്കുന്ന കണ്ണാണ്. ഒരുപാട് നാം എപ്പോഴും പഠിക്കേണ്ടത് ആവശ്യമാണ്. തൻ്റെ മക്കളെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണ് തൻ്റെ മക്കളുടെ ശത്രുക്കളെ നിഗ്രഹിക്കുന്ന കണ്ണുകൂടെയാണ്. ദൈവത്തിൻ്റെ നോട്ടം കരുണയുടെയും കൃപയുടെയും നോട്ടം മാത്രമല്ല, അത് കോപത്തിൻ്റെയും ശിക്ഷയുടെയും നോട്ടം കൂടെയാണ്. ദൈവമക്കളെ, നാം അത് മറക്കരുത്. നമ്മുടെ ദൈവത്തിൻ്റെ കണ്ണിന് 2 വശമുണ്ട്. ഒന്നവൻ കരുണയോട് നോക്കും, അപ്പണം തന്നെ അവൻ തൻ്റെ ക്രോധത്തോടെ കോപത്തോടെ നോക്കുന്നവനുമാണ്. ഇസ്രായേൽ മക്കൾക്ക് നേരെ കരുണയോടെ നോക്കിയ ദൈവം മിസ്രയീമ്യരുടെ നേരെ തൻ്റെ കോപത്തോടെ നോക്കി. ഒരേ കണ്ണ്, പക്ഷേ 2 നോട്ടം. ഒരേ കണ്ണ്, 2 നോട്ടം. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ കണ്ണ് നമ്മെ നോക്കുകയും നമ്മുടെ ദുരിതങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ ആപത്തുകളിൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ ദൈവത്തോട് മറുതലിച്ച് നാം ജീവിക്കുമ്പോൾ അതേ കണ്ണുകൊണ്ട് നമ്മെ ഒരു നോട്ടം നോക്കുമ്പോൾ അത് കോപത്തിൻ്റെ നോട്ടമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ താളം ആകെ തെറ്റും. മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. നാം കുഴഞ്ഞു വീഴും. അതുകൊണ്ട് ദൈവത്തിൻ്റെ നോട്ടത്തെക്കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിരിക്കേണ്ടതാണ്. ഇസ്രായേൽ മക്കൾ പിൽക്കാലത്ത് പറഞ്ഞു കാണും, നമ്മെ നോക്കിയ ദൈവം അവരെ നോക്കി, നമ്മെ നോക്കിയ ദൈവം അവരെ നോക്കി. ദൈവം നമ്മെ നോക്കിയപ്പോൾ നമുക്ക് രക്ഷ കിട്ടി.
ദൈവം അവരെ നോക്കിയപ്പോൾ അവർക്ക് ശിക്ഷ കിട്ടി. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നോട്ടത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. അവൻ്റെ കണ്ണുകൾ കൊണ്ട് അവൻ നോക്കുമ്പോൾ കരുണയുള്ള നോട്ടമുണ്ട്. എന്നാൽ അതേസമയം തന്നെ നാം പാപം ചെയ്യുമ്പോൾ ദൈവം നമ്മെ നോക്കുന്നത് കരുണയോടെയല്ല. ആ നോട്ടത്തിൽ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ന്യായവിധിയുമുണ്ട്. അതുകൊണ്ട് നമ്മെ സംരക്ഷിക്കുന്ന ദൈവം ശത്രുക്കളെ നിഗ്രഹിക്കുന്ന ദൈവമാണെന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.